ഇതില്ലേ നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയാലല്ലേ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വൈറൽ ചീസ് പാസ്തയാണ്. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും പാസ്ത ഉണ്ട്, ഇത് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നുള്ളത്. നിങ്ങൾ നോർമൽ എങ്ങനെയാണോ വേവിക്കുന്നത് അതുപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ പാസ്ത ഇല്ലെങ്കിൽ അതിന് പകരം മാക്രോണിയോ അല്ലെങ്കിൽ നമ്മുടെ മാഗിയോ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചീസ് മാഗിൻ്റെ അതേ സോസ് വെച്ചിട്ടാണ് ഈ പാസ്ത റെഡിയാക്കിയിട്ടെടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിപ്പോകരുത്. ചീസൊക്കെ ചേർക്കുന്നുള്ളത് കൊണ്ട് ഉപ്പ് കൂടിപ്പോയാൽ പാസ്ത കഴിക്കാൻ പറ്റത്തില്ല. ഇനി നമുക്കിതിലോട്ട് ഒരല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിലാവും വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുക. ഒരു വിസിലിൽ കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 2 വിസിലായി കഴിഞ്ഞാൽ പിന്നെ പാസ്ത വെന്തലിഞ്ഞു പോവും. അപ്പോൾ ഒരു വിസിലായ ഉടനെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ പാസ്ത അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ വെള്ളം മാറ്റിയിട്ട് ഒന്ന് ഇതൊരു സൈഡിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് മെയിനായിട്ടുള്ളത് ഇതിലേക്ക് വേണ്ട സോസാണ്. അപ്പം നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെക്കുക. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഒരു 4-5 പീസ് ചീസ് സ്ലൈസ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാവണം സോസ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി ഞാൻ ഇതിലോട്ട് ഒരല്പം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടത് കൊണ്ട് ഞാനിതൊരു 1.5 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു മാഗി സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഇതിന് പകരം മാഗീൻ്റെ ഉള്ളിൽ കിട്ടുന്ന പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം സോസ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ. നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളെ മിക്സൊക്കെ ഇതിൽ നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരല്പം പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുക്കിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. കുക്കിംഗ് ക്രീം ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഒരിത്തിരി കൂടി കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ പാല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൽ ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ട് 3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനൊരു സ്പൈസിക്ക് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതില്ലെങ്കിൽ ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. ഞാൻ ഒത്തിരി സ്പൈസിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാസ്ത ഒന്ന് ചേർത്ത് കൊടുക്കാം. പാസ്തയും ചേർത്ത് കൊടുത്തിട്ട് സോസ് പാസ്തേൻ്റെ എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കണം. ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അത് ഏത് തരത്തിലുള്ള പാസ്ത ആയാലും ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ നമുക്ക് കഴിക്കാൻ അത്ര പറ്റത്തില്ല. അപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഈവനിങ് ടൈമിലോ നൈറ്റോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഭവം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ചാനൽ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലത്തെ കുറേ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ടാറ്റാ, ബൈ ബൈ.